ഹലോ എവരി വൺ. സോ GAB ഒക്കെ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ നോർമലി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള 2 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഫിസിക്സിൽ ഇത്രയും ചോദ്യങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾ അതെങ്ങനെ ഫേസ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കണം. അതുമാത്രമല്ല ഈ 45 ക്വസ്റ്റ്യൻസിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി, എത്രത്തോളം സമയം നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളൊരു ധാരണ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം കേട്ടോ. സോ ഞാൻ ഇന്നിപ്പോൾ ഫിസിക്സിൻ്റെ 45 ക്വസ്റ്റ്യൻസുമായുള്ള ഡിസ്കഷനായിട്ട് വന്നിരിക്കുന്നതാണ്. സോ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാതെ പോവുകയോ അല്ലെങ്കിൽ സംശയം വരികയോ ഉണ്ടെങ്കിൽ ഈ ഡിസ്കഷൻ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, ആ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. സോ മൂവിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ എന്താ ക്വസ്റ്റ്യൻ? ദ റോങ് യൂണിറ്റ് കൺവേർഷൻ എമംഗ് ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി എന്തറിയണം, ഇതിൽ ഏതൊക്കെ യൂണിറ്റുകളാണ് കറക്റ്റ് എന്നറിയണം. സോ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് പഠിപ്പിച്ച എല്ലാ യൂണിറ്റുകളും ഇതിലുണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ എ എന്താണ്? 1 ആങ്സ്ട്രോങ് ഈസ് 10⁻⁻10 മീറ്റർ. അത് ശരിയല്ല മക്കളെ. 1 ആങ്സ്ട്രോങ് എന്ന് പറയാ, ഒരു ആങ്സ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റർ ആണ്. 1 ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻15 മീറ്റർ ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് ന്യൂക്ലിയർ റേഡിയസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുക ഫെർമിയിലായിരിക്കും പഠിച്ചിട്ടുണ്ട്. അതേപോലെ 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു 9.46 × 10⁻15 ആണ്. 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് നിങ്ങൾ ആലോചിക്കുക. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇസ് എ ലാർജ് യൂണിറ്റ്, വലിയ യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 10ന്റെ പവർ നോക്ക് നിങ്ങൾ, -11 ആണ്. 10ന്റെ പവർ -11 വന്നെന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ വാല്യൂ ആയി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ആണ്. സൂര്യനും ഭൂമിയും തമ്മിലുണ്ടാകുന്ന ആവറേജ് ഡിസ്റ്റൻസ് ആണ് ശരിക്കും AU എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ അത് വളരെ വലിയൊരു വാല്യൂ ആണ്. പക്ഷേ ഇതിന്റെ പവർ ഇവിടെ -11 വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒന്നും ആലോചിക്കാതെ തന്നെ എന്ത് പറയായിരുന്നു? ഓപ്ഷൻ 4 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന റോങ് യൂണിറ്റ് കൺവേർഷൻ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് വെച്ചാൽ ഓപ്ഷൻ 4 ആണ്. അങ്ങനെ വേണം നിങ്ങൾ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ. സോ മൂവിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് the average radius of the earth orbit subtends an angle of 1 arc of second is എന്ന് പറയുന്നത്. So the distance at which the average radius of earth 1 second of arc subtend ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇവിടെ സണ്ണും അതേപോലെ തന്നെ എർത്തും തമ്മിലുണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? 1 AU. സോ 1 AU കവർ ചെയ്യാൻ എടുക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 സെക്കൻഡ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? പാർ സെക്കൻഡ്. സോ വാട്ട് ഈസ് പാർ സെക്കൻഡ്? പാർ സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആവറേജ് റേഡിയസ് ഓഫ് ദ എർത്ത് ഓർബിറ്റ് സബ്സ്റ്റൻസ് ആൻ ആംഗിൾ ഓഫ് 1 ആർക്ക് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 1 ആർക്ക് സെക്കൻഡ് ആവുന്ന സമയത്ത്, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 1 ആർക്ക് സെക്കൻഡ് ആവുമ്പോൾ ഇവ തമ്മിലുള്ള ദൂരം 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആവുന്ന സമയത്ത് ഇവിടെ ഈ ഒരു പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇയാൾ ഇവിടെ കടന്ന് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ അതിന്റെ റേഡിയസ് ആയിട്ടല്ലേ വരിക. സോ ഈ ദൂരമാണെന്ത്? അതിന്റെ റേഡിയസ് വരിക. സോ ഈ ഡീനെ വിളിക്കുന്നവരാണെന്ത്? പാർ സെക്കൻഡ് വിളിക്കുന്നത്. സോ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് കവർ ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 1 ആർക്ക് സെക്കൻഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? പാർ സെക്കൻഡ്. നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. സോ ചോദ്യം വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. ഈ പാർ സെക്കൻഡിന്റെ ഡെഫിനിഷൻ പഠിച്ച ഒരു കുട്ടിക്ക് വളരെ ഈസിലി ഇത് കണക്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കൂ. ഇൻസ്ട്രുമെന്റ് ആണ്. എ സ്ക്രൂ ഗേജ് ഹാസ് ലീസ്റ്റ് കൗണ്ട് 0.01 millimeter and there are 50 divisions on its circular scale. The pitch of the screw gauge ചോദിച്ചിരിക്കുന്നത്, പിച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ ആണ്. സോ വാട്ട് ഇസ് പിച്ച്? Pitch is equal to number of divisions on the circular scale into least count ആണ്. So what is number of divisions? Number of divisions is 50 ആണ്. What is least count? Least count is given that 0.01 millimeter ആണ്. 0.01 into 50 ചെയ്യുന്ന സമയത്ത് 0 ഒരു പോയിന്റിനെ കളയുകയും ആൻസർ നമുക്ക് 0.5 millimeter എന്ന് കിട്ടുകയും ചെയ്യും. സോ 0.5 വെച്ച് വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 3 ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. നമുക്ക് പറഞ്ഞൂടെ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? In an experiment, the percentage of error occurred in the measurement of a physical quantity A, B, C, D are 1%. A ൻ്റെത് 1% ആണ്, B ൻ്റെത് 2% ആണ്, C ൻ്റെത് 3% ആണ്, and D ൻ്റെത് 4% ആണ്. The maximum percentage error in the error measurement of x ആണ്. What is the equation for x? X എന്ന് പറയുന്നത് എന്താണ്? A² B raised to 1/2 C raised to 1/3 D cube ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ പഠിക്കുന്നുണ്ട് x is equal എന്താ കൊടുത്തിരിക്കുന്നത് മക്കളെ? What is x? X is equal to A² B raised to 1/2 divided by C raised to 1/3 D cube എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ഇക്വേഷനിൽ പവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ പവർ എടുത്ത് മുന്നിൽ എഴുതണം. അതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? Z is equal to A raised to n ആണെങ്കിൽ ഡെൽറ്റ Z by Z ഇതിന്റെ പെർസെൻറ്റേജ് എറർ എന്ന് ചോദിച്ചിരിക്കുന്നത് മാക്സിമം പെർസെൻറ്റേജ് ഓഫ് എറർ എന്ന് പറഞ്ഞാൽ ആ പവർ എടുത്ത് മുന്നിൽ എഴുതുക, ഡെൽറ്റ A/A × 100 എന്ന് എഴുതുക. ഇനി ഡിവൈഡ് ബൈ ഇവിടെ B² ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ +2 × ഡെൽറ്റ B/B × 100 എന്ന് എഴുതണം.
അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന സമയത്ത് ഇവിടെ എന്റെ പവർ 2 ആണ്, ബിന്റെ പവർ 1/2 ആണ്, സിന്റെ പവർ 1/3 ആണ്, ഡിന്റെ പവർ 3 ആണ്. എല്ലാത്തിനെയും പവർ എടുത്ത് മുന്നിൽ എഴുതിട്ട് ആ ടൈമിന്റെ പെർസെൻറ്റേജറിലേക്ക് എഴുതണം. അപ്പോൾ നമുക്ക് എന്താ വരിക, ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം, 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എന്ന് എഴുതാം, പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 എന്ന് എഴുതാം. അതേപോലെ പ്ലസ് സിന്റെ പവർ 1/3 ആണ്, 1/3 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എന്ന് എഴുതാം. അതേപോലെ തന്നെ പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 എന്ന് എഴുതാം. ഇതിങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് വലിയൊരു ആൻസർ ആണെന്ന്, വളരെ ഡയറക്റ്റ് ആൻസർ ആണല്ലേ. സോ ഇവിടെ ഡെൽറ്റ എ ബൈ എന്റെ പെർസെൻറ്റേജറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറയുന്നത് 1 ആണ്. സോ 2 ഇൻറ്റു ഈ ടൈമിന് നമുക്ക് 1 കൊടുക്കാം. അതേപോലെ ഹാഫ് ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബിയുടെ വാല്യൂ 2 ആണ്, അപ്പോൾ അവിടെ നമുക്ക് 2 കൊടുക്കാം. അതേപോലെ 1/3 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100ന്റെ വാല്യൂ 3 ആണ്, പ്ലസ് ഡി എതിരെയാ 3 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡിയുടെ വാല്യൂ 4 ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ 2ഉം ക്യാൻസൽ ചെയ്യാം, ഈ 3യും ക്യാൻസൽ ചെയ്താൽ ഇവിടെ 1 ഉണ്ടാവും, ഇവിടെയും 1 ഉണ്ടാവും, ഇവിടെ 2 ഉണ്ടാവും. 2 + 1 + 1 ദാറ്റ് വിൽ ഗീവ് 4, 4 + 12 ദാറ്റ് വിൽ ഗീവ് 16. ഇത് ആഡ് ചെയ്താൽ നമുക്ക് 16% എന്ന് കിട്ടും. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ടിപ്പിക്കൽ ചോദ്യം എപ്പോഴും വരുന്ന ടൈപ്പ് ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ് പഠിച്ചു. എന്തായിരുന്നു ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ്? പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ ആണ്. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ വെർനിയർ കാലിപ്പർ? വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ കാലിപ്പർ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താ ചോദ്യം? ദ മെയിൻ സ്കെയിൽ ഓഫ് എ വെർനിയർ കാലിപ്പർ ഹാസ് n ഡിവിഷൻസ് പെർ സെന്റിമീറ്റർ. എന്താണ് അത് മീൻ ചെയ്യുന്നത്? അതായത് വെർനിയർ കാലിപ്പറിന്റെ മെയിൻ സ്കെയിലിൽ n ഡിവിഷൻസ് ഉണ്ട് എന്ന് പറയും. n ഡിവിഷൻസ് പെർ സെന്റിമീറ്റർ. അതായത് ഒരു സെന്റിമീറ്ററിൽ n ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ സാധാ സ്കെയിൽ പഠിക്കുന്നില്ലേ, നമ്മുടെ ഒരു സെന്റിമീറ്റർ സ്കെയിൽ, നമ്മൾ സെന്റിമീറ്റർ സ്കെയിലില്ലേ, ഇത് 0 ആണ്, ഇത് 1 ആണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 അല്ലേ, ഇങ്ങനെ പഠിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സെന്റിമീറ്ററിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 10 ഡിവിഷൻസ് ഉണ്ട് നമ്മൾ പഠിക്കുന്നില്ലേ. അതേപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഒരു സെന്റിമീറ്ററിൽ n മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ഒരു സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു ഒരു സെന്റിമീറ്ററിൽ n മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഒരു സെന്റിമീറ്ററിൽ n MSD ഉണ്ട് എന്നാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഡാറ്റ മനസ്സിലായോ? ദ മെയിൻ സ്കെയിൽ ഓഫ് എ വെർനിയർ കാലിപ്പർ ഹാസ് n ഡിവിഷൻസ് പെർ സെന്റിമീറ്റർ എന്ന് പറയുന്ന സമയത്ത് ഒരു സെന്റിമീറ്ററിൽ n മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആർ ദർ. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? n ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് n-1 ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ ആണ്. അതായത് n വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ഇസ് ഈക്വൽ ടു n-1 MSD എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. n VSD ഇസ് ഈക്വൽ ടു n-1 MSD. സോ നമുക്ക് എന്ത് വേണം? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? സോ നമുക്ക് എന്ത് ചെയ്യാം? n VSDനെ ഒരു VSD എന്ന് എന്ത് ചെയ്താം? n-1 ഡിവൈഡ് ബൈ n MSD എന്ന് എഴുതി കൂടെ. അതായത് n ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു VSD എന്ന് പറഞ്ഞാൽ n-1 ബൈ n ഇൻറ്റു MSD എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഈ വാല്യൂ ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് എന്ത് വരും? ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു, അയ്യോ സാർ ഇത് ഞാൻ ആദ്യമായിട്ട് പഠിക്കുകയാണ്. നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റിൽ നമ്മൾ വ്യക്തമായിട്ട് ഈ ചോദ്യം വരെയൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചതാണ്. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? n-1 ഡിവൈഡ് ബൈ n MSD എന്ന് വരും. n-1 ബൈ n MSD എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു നമ്മൾ ഒരു MSD കോമൺ ആക്കി എടുത്താൽ എന്താ വരിക? MSD കോമൺ ആക്കി എടുത്താൽ 1 - n-1 ഡിവൈഡ് ബൈ n MSD എന്ന് വരും. ക്രോസ് ചെയ്താലോ n മൈനസ് n മൈനസ് അകത്ത് പോകുമ്പോൾ +1 വരും, ഡിവൈഡ് ബൈ n MSD എന്ന് വരും. സോ n-ഉം n-ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ താഴത്ത് 1 ബൈ n MSD എന്ന് വരും. സോ ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 ബൈ n MSD എന്ന് വരും. ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 ബൈ n MSD. ആൻസർ ആയോ? നേരെ പോയിട്ട് ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ലീസ്റ്റ് കൗണ്ട് കിട്ടിയിരിക്കുന്നത് 1 MSD ബൈ n ആണ്. നമുക്ക് ഒരു MSDയുടെ വാല്യൂ അറിയോ? എന്നാൽ എന്തറിയാം? ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ n MSD ആണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ഒരു സെന്റിമീറ്ററിൽ n ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാം? ഇവിടെ നിന്ന് നമുക്കൊരു ഡാറ്റ ഡെവലപ്പ് ചെയ്യാം. എന്താണത്? അതായത് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു MSD എന്ന് പറഞ്ഞാൽ ഈ n ഇങ്ങോട്ടേക്ക് പോയാൽ പോരെ. ഈ n ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു സെന്റിമീറ്റർ ബൈ n വരും. സോ ഒരു MSD എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ബൈ n വരും. ഈ ഇവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു MSDക്ക് ഈ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഓൾറെഡി അവിടെ ഒരു 1 ബൈ n ഉണ്ട്,
ഒരു MSDക്ക് നിങ്ങൾ എന്ത് കൊടുക്കുക, 1 cm/n കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/n² വരും, 1/n² സെന്റിമീറ്റർ എന്ന് വരും. ഇതാണ് ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ. ആൻസർ വിൽ ബി ഓപ്ഷൻ 3. ആൻസർ വിൽ ബി ഓപ്ഷൻ 3. ഇത് ആദ്യമായിട്ട് ഈ ഒരു വെർനിയർ കാലിപ്പറിനെ പറ്റി കേൾക്കുന്ന മക്കളാണെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ 1-2 പ്രാവശ്യം നിങ്ങൾ ഇരുന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. സോ നിർബന്ധമായിട്ടും ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്, തേർഡ് ക്വസ്റ്റ്യനും അതേപോലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യനുമാണ് ഇൻസ്ട്രുമെന്റ് വന്നിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റിന്റെ വളരെ ബേസിക് ആയുള്ള ലീസ്റ്റ് കൗണ്ട് അടിക്കാനുള്ള ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എന്താണ് സിക്സ്ത് ക്വസ്റ്റ്യൻ? The errors in the measurement which arises due to unpredictable fluctuation in temperature and voltage. അതായത് നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് കറണ്ട്, അതായത് വോൾട്ടേജ് പെട്ടെന്ന് കൂടുക. നമ്മൾ പറയാറുണ്ടല്ലോ വീട്ടിലൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കാറ്റൊക്കെ നന്നായിട്ട് അടിക്കുന്ന സമയത്ത് വോൾട്ടേജ് കൂടുന്നു, വോൾട്ടേജ് കുറയുന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ വോൾട്ടേജ് പെട്ടെന്ന് കൂടുകയും വോൾട്ടേജ് പെട്ടെന്ന് കുറയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മൾ എടുക്കുന്ന റീഡിംഗ് അത്ര പെർഫെക്റ്റ് ആവില്ല. നമുക്ക് ഇടുന്ന മെഷർമെന്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എറർ സംഭവിക്കും. ചിലപ്പോൾ കറണ്ട് കൂടുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കറണ്ടിന്റെ വാല്യൂ ചിലപ്പോൾ കൂടും, ശരിക്കും ഉണ്ടാവുന്ന മെഷർമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ആ ലാബിലേക്ക് വരുന്ന കറണ്ട് പെട്ടെന്ന് കൂടാം, കറണ്ട് പെട്ടെന്ന് കുറയാം, വോൾട്ടേജ് പെട്ടെന്ന് കൂടാം, വോൾട്ടേജ് പെട്ടെന്ന് കുറയാം. ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു അൺപ്രഡിക്റ്റബിൾ ആയുള്ള കാരണം കൊണ്ടുണ്ടാവുന്ന എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റാൻഡം എറേഴ്സ്. 2 എറേഴ്സ് നിങ്ങൾ പഠിക്കുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് എററും അതേപോലെ റാൻഡം എററും. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റിന്റെ എറർ. ഫോർ എക്സാമ്പിൾ ഒരു വെയിങ് മെഷീനിൽ ഓൾറെഡി 5 കിലോഗ്രാം ആണ് കാണിക്കുക. അപ്പോൾ നമുക്ക് 10 കിലോഗ്രാം അളക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 15 കിലോഗ്രാം ആണ് അതിൽ കാണിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കും ഓൾറെഡി 10 കിലോഗ്രാം ആണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു വെയിങ് മെഷീനിൽ നിങ്ങൾ കയറി നിൽക്കുന്നു. ഈ വെയിങ് മെഷീനിൽ ഓൾറെഡി ഉള്ള വെയിറ്റ് ഓൾറെഡി ഇതിന്റെ റീഡിങ് 5 കിലോഗ്രാമിലാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ കയറി നിൽക്കുമ്പോൾ എത്രയായി? 100 കിലോഗ്രാം കാണിച്ചു. 100 കിലോഗ്രാം കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശരിക്കുമുള്ള മാസ് 100 കിലോഗ്രാം ആണോ? അല്ല. ശരിക്കുള്ള മാസ് 100 കിലോ അല്ല. 5 കിലോഗ്രാം ഓൾറെഡി കൂടുതലാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കാണിക്കും. 5 കിലോഗ്രാം കുറച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. അത് സിസ്റ്റമാറ്റിക് എററാണ്. അതായത് സിസ്റ്റമാറ്റിക് എററിലെ ഒരു സാധനമാണ് ഇൻസ്ട്രുമെന്റ് എറർ. ഇൻസ്ട്രുമെന്റിലെ എററാണത്. എന്നാൽ ഈ റാൻഡം എറർ എന്ന് പറയുന്ന സമയത്തില്ലടാ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് എന്ത് ചെയ്യുക? ഈ ലാബിലേക്ക് വരുന്ന കറണ്ട് മാറുക, വോൾട്ടേജ് മാറുക, ടെമ്പറേച്ചർ മാറുക. ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ഉണ്ടാവുന്ന എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാൻഡം എറേഴ്സ്. അത് അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെക്കുക കേട്ടോ, റാൻഡം എറേഴ്സ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ്, എ ബോഡി ആക്സിലറേറ്റ്സ് ഫ്രം റെസ്റ്റ്. So its initial velocity is 0 and with the uniformly acceleration a for a time t. So uncertainty in a, അതായത് എയിൽ ഉണ്ടാവുന്ന മാക്സിമം എറർ 8% ആണ്. ടൈമിൽ ഉണ്ടാവുന്ന മാക്സിമം എറർ 4% ആണെങ്കിൽ സ്പീഡിൽ ഉണ്ടാവുന്ന മാക്സിമം എറർ ചോദിച്ചിരിക്കുന്നത്. സോ വി നോ ദാറ്റ് v is equal to u plus at അല്ലേ. u 0 ആണെങ്കിൽ വെലോസിറ്റി is equal to a into t അല്ലേ. സോ ഡെൽറ്റ v by v into 100 എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ v by v into 100 എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് 100 മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ജസ്റ്റ് ഒക്കെ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. സോ ഡെൽറ്റ വി ബൈ വിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ടി ബൈ ടി ആണ്. ഡെൽറ്റ എ ബൈ എയുടെ വാല്യൂ പെർസെൻറ്റേജിൽ ക്വസ്റ്റിൽ പറയുന്നത് 8 എന്ന് പറയുന്നുണ്ട്. ഡെൽറ്റ ടി ബൈ ടിയുടെ വാല്യൂ 4 എന്ന് പറയുന്നുണ്ട്. സോ 8 + 4 12%. സോ 12% ആണ് ഇതിൻ്റെ ആൻസർ വരിക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. 7th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 2. 7th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇങ്ങനത്തെ ഡയറക്റ്റ് ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. വളരെ ഡയറക്റ്റ് ചോദ്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എഗെയിൻ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ കോഡ് എ എഴുതുന്ന കുട്ടികൾ വിചാരിക്കുക ഇത് കോഡ് എ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കോഡ് എയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എല്ലാവരും വിചാരിക്കും യെസ് കോഡും കൂടി എഴുതി വെക്കുക. കോഡ് എ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ലിറ്റിൽ ബി ടഫായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ചോദ്യങ്ങൾ ഇതുപോലെയാണെന്ന് വിചാരിക്കരുത്. ചില ചോദ്യങ്ങൾ നമുക്ക് ടഫ് ഉണ്ടാവും, ചില ചോദ്യങ്ങൾ വളരെ ഡയറക്റ്റ് ഉണ്ടാവും. ചോദ്യം എന്താ? സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ ഓഫ് എ ഗിവൺ വെർനിയർ കാലിപ്പർ ഈസ് 0.5 mm. വെർനിയർ സ്കെയിൽ ഹാസ് 25. അത് പറയുന്നുണ്ട് സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ. ഒരു MSD വാല്യൂ ക്വസ്റ്റിൽ പറഞ്ഞു. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ, ഒരു MSD എന്ന് പറഞ്ഞാൽ 0.5 mm നമ്മൾ പറഞ്ഞു. വെർനിയർ സ്കെയിൽ ഹാസ് 25 ഡിവിഷൻസ് ആൻഡ് ദിസ് കോയിൻസൈഡ് വിത്ത് 24 മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡാറ്റ എന്താ? NVSD is equal to n-1 MSD എന്നുള്ള ഫോർമാറ്റ് അല്ലേ. അതായത് 25 VSD എന്ന് പറയുന്ന സാധനം 25 VSD 24 MSDക്ക് ഈക്വൽ ആണെന്നാണ് ഈ ഡാറ്റ ഉദ്ദേശിക്കുന്നത് അല്ലേ. NVSD n-1 MSDക്ക് ഈക്വൽ ആണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ തൊട്ട് മുന്നേ നിങ്ങളൊരു ചോദ്യം ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണത്? പറ്റുവാണെങ്കിൽ ഈ റിസൾട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണത്?
n വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ഇസ് ഈക്വൽ ടു n-1 ഈ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈക്വൽ ആവുകയാണെങ്കിൽ ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ ആണ്. ഈ n എന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിൽ ഉണ്ടാവുന്ന ഡിവിഷൻസിന്റെ എണ്ണമാണ്. സോ ഈ റിസൾട്ടാണ് നിങ്ങൾക്ക് ഞാൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണത്? n VSD is equal to n-1 MSD ആണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു MSD by n. ഈ റിസൾട്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ചാൽ ചോദ്യം ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു, ഈ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾ പഠിച്ചു. എന്താ പഠിച്ചിരിക്കുന്നത്? n VSD is equal to n-1 MSD ആണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് is equal to ഒരു MSD ഡിവൈഡ് ബൈ n വരും. മക്കളെ നിങ്ങൾ നോക്കടാ, ഇവിടെ n എന്ന് പറഞ്ഞാൽ VSDന്റെ എണ്ണമാണ്. എത്രയാ? 25. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? ലീസ്റ്റ് കൗണ്ട് is equal to ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡ് ബൈ 25 എന്ന് എഴുതാം. ഞാൻ ചോദിക്കട്ടെ, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ ക്വസ്റ്റിൽ പറയുന്നത് എത്രയാ? 0.5 മില്ലിമീറ്റർ ആണ്. സോ നമുക്ക് എന്ത് വരും? 0.5 മില്ലിമീറ്റർ ഡിവൈഡ് ബൈ 25 വരും. 0.5 മില്ലിമീറ്റർ ഡിവൈഡ് ബൈ 25. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. എന്താ ചെയ്യുക? 0.5 മില്ലിമീറ്റർ. പക്ഷേ ആൻസർ നോക്ക്, ആൻസർ മൊത്തം സെന്റിമീറ്ററിലല്ലേ. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഇവിടെ മെയിൻ സ്കെയിൽ ഡിവിഷനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുക. മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 0.5 ഡിവൈഡ് ബൈ 10 ചെയ്യുക. ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.05 എന്ന് കിട്ടും. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? മെയിൻ സ്കെയിൽ ഡിവിഷനെ സെന്റിമീറ്റർ ഫോമിലേക്ക് മാറ്റുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഓപ്ഷൻസിൽ സെന്റിമീറ്റർ ഫോമിലാണ് ആൻസർ ഉള്ളത്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 0.05 സെന്റിമീറ്റർ എന്ന് വരും. 0.05 എനിക്ക് എന്ത് ചെയ്താം? 5 × 10⁻² എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 25 എന്ന് എഴുതാം. ഈ 5 25ൽ 5 പ്രാവശ്യം പോകും. അപ്പോൾ എനിക്ക് എന്തിടാം? ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 10⁻² ഡിവൈഡ് ബൈ 5 വരും. സോ ഞാൻ ഇവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എനിക്ക് എന്ത് ചെയ്താം? 10⁻1 എഴുതി കൂടെ? 10⁻1 അല്ലെങ്കിൽ ഈ 10⁻1 എഴുതുന്നതിന് പകരം ഞാൻ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരും? ഇവിടെ 10⁻³ എന്ന് എഴുതിയാൽ പോരെ. 10/5 എത്രയാണ്? 2 ആണ്. 2 × 10⁻³ അതായത് 0.002 സെന്റിമീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് വിൽ ഗീവ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് കിട്ടും. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ എന്താണത്? n VSD is equal to n-1 MSD ആണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് is equal to ഒരു MSD by n. വളരെ ഡയറക്റ്റ് കാര്യമല്ലേ. എന്നിന്റെ വാല്യൂ VSDന്റെ എണ്ണമാണ്. ഒരു MSD വാല്യൂ ക്വസ്റ്റിൽ തരുന്നുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, ആൻസറിലേക്ക് വരിക. നെക്സ്റ്റ്, ഒരു നമ്പർ തന്നാൽ അതിലുണ്ടാവുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ എണ്ണം അറിയാലോ. ഈ 3 സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. ഒരു നമ്പർ <1 ആണ്. പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലീഡിങ് ചെയ്യുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. എന്നാൽ പോയിന്റിന് ശേഷം ലീഡിങ് സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. അതിനുശേഷം ഉണ്ടാകുന്ന നമ്പേഴ്സ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 2 3 4. ദാറ്റ് മീൻസ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദർ. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കൂ. പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ ഹാവ്. പ്ലെയിൻ ആംഗിളിനും അതേപോലെ തന്നെ സോളിഡ് ആംഗിളിനും എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്, പക്ഷെ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉള്ളവരും എന്നാൽ ഡയമെൻഷൻ ഇല്ലാത്തയും ഒരു സ്പെഷ്യൽ കേസാണ് ശരിക്കും ആംഗിൾ. പ്ലെയിൻ ആംഗിളും അതേപോലെ സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിളിലെ യൂണിറ്റ് എന്താ? റേഡിയൻ. സോളിഡ് ആംഗിളിലെ യൂണിറ്റ് എന്താ? സ്റ്റെറേഡിയൻ. രണ്ടുപേർക്കും ഡയമെൻഷൻ ഉണ്ടോ? രണ്ടുപേർക്കും ഡയമെൻഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ നിങ്ങളോട് ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു റിസൾട്ടാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ജിയുടെ ഡയമെൻഷൻ ബൈഹാർട്ട് പഠിക്കണേ എന്നൊരു 100 പ്രാവശ്യം നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? എഫ് ഇസ് ഈക്വൽ ടു gm² ഡിവൈഡ് ബൈ r². ജി എന്ന് പറഞ്ഞാൽ f × r² ഡിവൈഡ് ബൈ m² ആണ്. എഫിന്റെ ഡയമെൻഷൻ mLT⁻², ലെങ്ത് l² ആണ്, മാസ് m² ആണ്. ഒരു m ഉം m² കട്ട് ചെയ്താൽ m⁻⁻1, l² എല്ലും l³ t⁻². പറ്റുകയാണെങ്കിൽ ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. m⁻⁻1 l³ t⁻² ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് വൺ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ചുള്ള ചോദ്യമാണ്. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു AT + BT², വെർ എക്സ് ഇസ് ഇൻ ദ മീറ്റർ ആൻഡ് ടി ഇസ് ഇൻ ഹവർ, ദ യൂണിറ്റ് ഓഫ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് ഓഫ് ബി, ബിന്റെ യൂണിറ്റ് ആണ് വേണ്ടത്. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് BT² ആണ്. ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് AT ആണ്. അതേപോലെ ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് BT² ആണ്. എവിടെ നിന്ന്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. സോ ബി എന്ന് പറയാൻ എനിക്ക് എന്ത് ചെയ്താം? എക്സ് ഡിവൈഡ് ബൈ T² എന്ന് എഴുതിക്കൂടെ? എക്സിന്റെ യൂണിറ്റ് എന്താ? ഇറ്റ് ഈസ് മീറ്റർ. ടൈം ഹവർ അല്ലേ? സോ ഹവറിന്റെ സ്ക്വയർ. മീറ്റർ ഡിവൈഡ് ബൈ ഹവറിന്റെ സ്ക്വയർ വരും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. എക്സ് ഇസ് ഈക്വൽ ടു ബി × T² ആണ്. സോ ബി എന്ന് പറഞ്ഞാൽ x/T² ആണ്. എക്സിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് ഹവർ ആണ്. അപ്പോൾ ടൈമിന്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരാം? ഹവറിന്റെ സ്ക്വയർ വരും. സോ മീറ്റർ ഡിവൈഡ് ബൈ ഹവർ സ്ക്വയർ വരുന്ന ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. ദെൻ യൂണിറ്റ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ഫോഴ്സ് ആർ ചോസൺ ആസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. Dimension of
ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈമിന് ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ആരൊക്കെയാ? ലെങ്ത് ഉണ്ട്, മാസ് ഉണ്ട്, ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ടൈം എന്ന് പറഞ്ഞവൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു സാധനം പഠിക്കുന്ന സമയത്ത് ടൈം പീരീഡ് ഈക്വൽ 2π√L/g അല്ലെങ്കിൽ √L/g എന്നുള്ളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തില്ലേ? റിലേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L⁻⁴ M⁻⁵ F⁻c വരും. ദർ ഇസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് T is equal to K into L⁻⁴ M⁻⁵ ഫോഴ്സിന് ഡയമെൻഷൻ കൊടുക്കുകയാണ് എന്തിടാ? MLT⁻⁻². അതിന് പവർ എത്രയാ? C ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ K into L⁻⁴ M⁻⁵ M⁻c. ഈ സീൻ്റെ പവർ എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക? M⁻c വരും, L⁻c വരും, T⁻⁻2c വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു T. അടുത്ത സ്റ്റെപ്പിൽ K into M⁻⁵യും M⁻c യും M⁻b+c L⁻a+c T⁻⁻2c. ദാറ്റ് ഈസ് ഈക്വൽ ടു M⁻0 L⁻0 T⁻1 വരും. M⁻0 L⁻0 T⁻1 വരും. സോ നമുക്കറിയാം ബോത്ത് സൈഡ്സ് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. -2c ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ വേണ്ടി പറ്റുക? -2c ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ വാട്ട് ഈസ് c ഈസ് ഈക്വൽ ടു -1/2. 1 ഡിവൈഡ് ബൈ -2 ഓർ -1/2. സോ എഫിൻ്റെ പവർ -1/2 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. എഫിൻ്റെ പവർ -1/2 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്താം? അടുത്തത് A+c ആണ്. A+c ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ A പ്ലസ് -1/2 0 ആണെങ്കിൽ വാട്ട് ഈസ് A ഈസ് ഈക്വൽ ടു +1/2 ആണ്. സോ ഇവിടെ എല്ലിൻ്റെ പവർ എന്തിടാ? +1/2. സോ F⁻⁻1/2 F⁻⁻1/2. ഇവിടെ എല്ലിൻ്റെ പവർ +1/2 ആണ്, ഇവിടെ -1/2 ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. 13th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നിങ്ങൾ ഇവിടെ ബീൻ്റെ പവർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ B+c എന്താണ്? 0 ആണ്. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഞാൻ വേറൊരു ടെക്നിക്ക് കാണിച്ചിട്ടെ. ഇത് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയ ഒരു മെത്തേഡ് ഉണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഡയറക്റ്റായി നിങ്ങൾക്കറിയാം. F is equal to what is dimension of force MLT⁻⁻2 അല്ലേ? നമുക്ക് വേണ്ടത് ഫോഴ്സിൻ്റെയും മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ഫോമിൽ ടൈമിനെ പറയാനല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യടാ? MLT⁻2 എന്ന് പറഞ്ഞാൽ L/T² ആണ്. ML/T² എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് T²? T² is equal to ML/F. സോ T is equal to √ML/F. അങ്ങനെ പറയാൻ എന്താ? M⁻1/2 L⁻1/2 F മുകളിൽ കയറിയാൽ F⁻−1/2. വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റൂലേ? സോ രണ്ട് മെത്തേഡ് ഞാൻ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 40 നോക്കൂ. ദ സ്പീഡോമീറ്റർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ മെഷർ ആവറേജ് സ്പീഡ് ഓഫ് ദ ഓട്ടോമൊബൈൽ. ശരിയാണോ? സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലേ? ഒരു ഓട്ടോമൊബൈലിലെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണുന്ന സ്പീഡല്ലേ സ്പീഡോമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആവറേജ് സ്പീഡാണ്. സോ അസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. എന്താ റീസൺ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അസേഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. സോ ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. എ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് അറ്റ് 40 km/h ആൻഡ് അതർ ഹാഫ് അറ്റ് 60 ആവറേജ് സ്പീഡ്. നമുക്കറിയാം ഒരു കാറ് പോകുന്നു എയിൽ നിന്ന് ബിയിലേക്ക്. ആദ്യ പകുതി ദൂരം പിന്നത്തെ പകുതി ദൂരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ടോട്ടൽ ദൂരം 100 km ആണെങ്കിൽ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ 50 km ആണ്, രണ്ടാമത്തെ പകുതി എന്ന് പറയുമ്പോൾ 50 km ആണ്. 50 km പോയിരിക്കുന്നത് 40-ലും 60 അടുത്ത 50 പോകുന്നത് 60-ലുമാണ്. സോ ആവറേജ് സ്പീഡ് അല്ലേ? സോ നമ്മൾ പഠിക്കുന്നുണ്ട് 2 ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സ്പീഡ് V1 V2 ആണെങ്കിൽ ആവറേജ് സ്പീഡ് ഇക്വേഷൻ നിർബന്ധമായിട്ട് ബൈ ഹാർട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? എന്താ ആവറേജ് സ്പീഡ് ഇക്വേഷൻ? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2V1 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2. 2 ഇൻറ്റു വാട്ട് ഈസ് V1? V1 40 ആണ്. വാട്ട് ഈസ് V2? 60 ആണ്. 40 പ്ലസ് 60 എത്രയാ? 100 ആണ്. താഴത്ത് V1 പ്ലസ് V2 40 പ്ലസ് 60 100. 0 ക്യാൻസൽ ചെയ്യാം, 0 ക്യാൻസൽ ചെയ്യാം. 6 ഇൻറ്റു 2 12 ഇൻറ്റു 4 ദാറ്റ് വിൽ ഗിവ് 48. സോ ആൻസർ വിൽ ബി 48 km/h നമുക്ക് പറയാം. Question number 16. When a particle returns to its initial point, its displacement 100% displacement will become 0. ഒരു പാർട്ടിക്കിൾ അതിന്റെ ഇനീഷ്യൽ പോയിന്റിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും മക്കളെ? ഓഫ് കോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൽ ആർക്കും ഒരു സംശയമില്ല. കാരണം ഒരാൾ എ എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇതുവരെ പോയി തിരിച്ച് അയാൾ എയിൽ തന്നെ എത്തി എന്ന് പറഞ്ഞാൽ അയാളുടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയിരിക്കും. x2 - x1 വിൽ ബി 0. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. എപ്പോഴും ചോദ്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അതോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണോ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നോക്കുക. ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് എലോങ് എ സ്ട്രേറ്റ് ലൈൻ ഈസ് എ റെക്ടിലിനിയർ മോഷൻ. അത് ശരിയാണല്ലേ? സ്ട്രേറ്റ് ലൈൻ ഉണ്ടാകുന്ന ബോഡിയുടെ മോഷൻ നമ്മൾ റെക്ടിലിനിയർ മോഷൻ എന്ന് വിളിക്കാറുണ്ട്.
Speed is generally less than the magnitude of the velocity. അവിടെ നിൽക്കട്ടെ. സ്ലോപ്പ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. ശരിയല്ലേ? സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് എക്സ് ടി ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി. അത് ശരിയാണ് അല്ലേ? സോ സ്പീഡ് ഇൻ ജനറലി ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്ന സമയത്ത് സ്പീഡ് ഇസ് ജനറലി ലെസ് ദാൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി എന്ന് പറയുന്നത് തെറ്റല്ലേ? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. അത് നോർമലി കൂടുതലായിരിക്കില്ലേ വെലോസിറ്റിയേക്കാളും? നോർമലി ഒന്നെങ്കിൽ ഈക്വൽ ആവാം അല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതലാവാം. കാരണം സ്പീഡ് എന്ന് പറഞ്ഞ സാധനം ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈമാണ്. ഈ ഡിസ്റ്റൻസിന്റെ വാല്യൂ ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിനെക്കാട്ടി കുറയില്ല. ഡിസ്റ്റൻസിന്റെ വാല്യൂ ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിനെക്കാട്ടി കുറയില്ല. ഒന്നെങ്കിൽ ഈക്വൽ ആവാം, സ്ട്രേറ്റ് ലൈൻ മോഷനിൽ ഈക്വൽ ആവും, ഒരിക്കലും കുറയില്ല. ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ആണ് കുറയുക, ഡിസ്റ്റൻസ് എപ്പോഴും കൂടുതലായിരിക്കും. അതുകൊണ്ട് സ്പീഡ് ജനറലി വെലോസിറ്റിയേക്കാളും കുറവ് എന്ന് പറയുന്നത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതല്ലേ ചോദ്യം? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നല്ലേ? സോ വി ക്യാൻ ചൂസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് യൂണിഫോം മോഷൻ? യൂണിഫോം മോഷൻ എന്ന് പറയുന്ന സമയത്ത് വെലോസിറ്റി മസ്റ്റ് ബി കോൺസ്റ്റന്റ്. ഇത് വി ടി ഗ്രാഫ് അല്ലേ? സോറി, എക്സ് ടി ഗ്രാഫ് അല്ലേ? അതായത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള ഗ്രാഫ് നോക്കുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് അല്ലേ? ഇതാണ് വി ടി ഗ്രാഫ്. സോ ഒന്നെങ്കിൽ ഇങ്ങനെ വരാം അല്ലെങ്കിൽ ഇങ്ങനെ വരാം. സോ വി ക്യാൻ ചൂസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് എക്സ് ടി ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. അത് ഇങ്ങനെ വരയ്ക്കുന്ന എന്തിന്റെ ഗ്രാഫാ? ഇങ്ങനെയാണ് ഈ ഗ്രാഫ്. തേർഡ് ഗ്രാഫ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ബോഡിയുടെ പൊസിഷൻ മാറുന്നില്ല. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് തേർഡ് ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രാഫാണ് ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന കേസ് കാണിക്കുന്നത്. കാരണം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ആക്സിലറേഷൻ ഓഫ് എ മൂവിംഗ് ബോഡി ഈസ് ഫൗണ്ട് ഔട്ട് ഫ്രം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫിലെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇപ്പോൾ നോക്കും നിങ്ങൾ ചോദ്യങ്ങൾ. ഇതുവരെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവുക. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്. സോ 19th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 4. അതേപോലെ അടുത്തതും റിസൾട്ട് ആണ്. The ratio of distance traveled by a freely falling body in the first second, second second, third second and fourth second എന്ന് പറഞ്ഞാൽ ഒരു ബോഡി നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് അല്ലേ? G 9.8 ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് ബോഡി താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന ദൂരം h ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ കവർ ചെയ്യുന്ന ദൂരം 3h ആയിരിക്കും. അടുത്ത സെക്കൻഡിൽ കവർ ചെയ്യുന്ന ദൂരം 5h ആയിരിക്കും. ഇങ്ങനത്തെ ഓഡ് നമ്പേഴ്സിന്റെ റേഷ്യോയിലായിരിക്കും പോവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ലോനെ വിളിക്കുന്ന പേരെന്താണെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇറ്റ്സ് കോൾഡ് ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പർ. അതായത് ഒരു ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയിരിക്കണം, കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ഈക്വൽ ടൈമിൽ കവർ, 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ഓരോരോ സെക്കൻഡുകളിൽ കവർ ചെയ്യുന്ന ദൂരമല്ലേ ചോദിച്ചിരിക്കുന്നത്? ഈക്വൽ ടൈം ഇന്റർവെൽ. ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3:5:7:2 എന്നുള്ള ഓർഡറിലാണ്. ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പർ എന്നുള്ള പേര് തന്നെ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താ അതിന്റെ കണ്ടീഷൻ? എന്താ? ദ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആൻഡ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആൻഡ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഇന്റർവൽ, ഈക്വൽ ടൈം ഇന്റർവെൽ കവർ ചെയ്യുന്ന ദ ഡിസ്റ്റൻസ് റേഷ്യോ വിൽ ബി 1:3:5:7. സോ ഇവിടെ ആദ്യത്തെ 1 സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത് ഈക്വൽ ടൈമാണ്. ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ റേഷ്യോ 1:3:5:7. വി ക്യാൻ ചൂസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ് അല്ലേ? ഒരു ബോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ താഴത്തേക്ക് ത്രോ ചെയ്യുന്നു വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. കാരണം ബോൾ താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് സ്പീഡ് കൂടി താഴെ അടിക്കുന്നതിന് മുന്നേ അതിന്റെ സ്പീഡ് എത്രയായി? 80 മീറ്റർ പെർ സെക്കൻഡ് ആയി. സോ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഗിവൺ, ഫൈനൽ വെലോസിറ്റി ഈസ് ഗിവൺ. ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ആഫ്റ്റർ സം ടൈം വിത്ത് എ വെലോസിറ്റി. ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഒരു ഡൗൺവേർഡ് മോഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? v² is equal to u² plus 2gh അല്ലേ? Here the value of v is known, the value of u is known, the value of g is known and we have to find h. So v² ന്റെ വാല്യൂ എത്രയാ? v² 80 ആണ്. 80² is equal to 20² plus 2 into 10 into h വരും. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 20h is equal to 80² എത്രയാ? 6400. 20² എത്രയാ? 400. So that will give 6000. 6000 is equal to 20h ആയിരിക്കും. സോ അടുത്ത സ്റ്റെപ്പിൽ h is equal to 6000 divided by 20. Cancel ചെയ്യാൻ 600 by 2. That will give 300. So answer will be 300 meter. Option 4 is the right answer. 21st question. Option 4 is the right answer. Next. The bus moving with a speed of 42 km/h is brought to stop by brakes after 6 meters.
ബ്രേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് 42 km/h വരുന്ന വണ്ടി സ്റ്റോപ്പ് ആയത് 6 മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഒരു വണ്ടി വരുന്ന സ്പീഡ് എത്രയാ? 42 km/h. ഈ വണ്ടി എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പായി? 6 മീറ്റർ ട്രാവൽ ചെയ്തു. 6 മീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ വണ്ടി എന്തായി? വണ്ടി സ്റ്റോപ്പായി. ചോദ്യം എന്താ? അതേ ബസ് വന്നിരിക്കുന്നത് 90 km/h 90 km/h വന്നതെങ്കിൽ ഇവിടെ വന്ന് വണ്ടി നിർത്തുന്ന സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 42 വന്നപ്പോൾ 6 മീറ്ററിൽ നിർത്തി. 90 വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് 6 കൂടുതലായിരിക്കും. കാരണം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ റിലേഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു u²/2a ആണ്. സെയിം വണ്ടി ആയതുകൊണ്ട് റിട്ടാർഡേഷൻ സെയിം ആയിരിക്കും. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ സ്പീഡിന്റെ സ്ക്വയർ ആണ്. S ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു u² ആയിരിക്കും. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലേ? സോ നമുക്ക് S2 കണ്ടുപിടിക്കണം. S2/S1 ക്യാൻ ബി റിട്ടൺ ആസ് u2/u1 ഹോൾ സ്ക്വയർ ആണ്. u2വിന്റെ വാല്യൂ 90 ആണ്, u1ന്റെ വാല്യൂ 40 ആണ്. രണ്ടും km/h ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ m/s ആക്കേണ്ട ആവശ്യമില്ല. റേഷ്യോ എടുക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. 90/42 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു S2/S1 6 ആണ്. അടുത്ത സ്റ്റെപ്പിൽ S2 ഇസ് ഈക്വൽ ടു 90യുടെ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്ര ഇടാം? 90യുടെ സ്ക്വയർ എന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്താലേ 90 × 90 ഡിവൈഡ് ബൈ 42 × 42 ഇൻറ്റു S2 കൂടെ പോകുമ്പോൾ 6 വരും. ഈ 6 42നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 42ൽ 7 ടൈംസ് പോകും. 90 × 90 എന്ന് പറയുമ്പോൾ 810 വരും, അല്ല 8100 വരും. ഡിവൈഡ് ബൈ 42 × 7 വരും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 42 × 7? 42 × 7 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 42 × 7 തരുന്ന സമയത്ത് 294 വരില്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. 810ൽ 294 എത്ര പ്രാവശ്യം പോകും? അതായത് 300 എടുത്തിട്ടുണ്ടല്ലോ, 300 810ൽ 2 പ്രാവശ്യമേ പോകുള്ളൂ. അപ്പോൾ 2 വെച്ചാണ് ആൻസർ വരിക. 2 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. 22.13 ഉണ്ട്, അതേപോലെ 27.55 ഉണ്ട്. അപ്പോൾ 294 × 2 ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് 8, 18, 1, 5 വരും. സോ 810 മൈനസ് 588 ചെയ്യുകയാണെങ്കിൽ 222 വരും. അപ്പോൾ 2260 എത്ര പ്രാവശ്യം പോകും? 7 ടൈംസ് പോകും. ദാറ്റ് മീൻസ് 27.55 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. അത് നിങ്ങളൊന്ന് കാൽക്കുലേഷൻ നിങ്ങളേതായ ഇതിലൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ആ പറഞ്ഞ ട്രിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ചെയ്ത മെത്തേഡ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ദിസ് ഇസ് ദ വേ. ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് ആഫ്റ്റർ റീച്ചിങ് എ മാക്സിമം ഹൈ ടച്ച് റിട്ടേൺസ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആഫ്റ്റർ ടൈം 10 സെക്കൻഡ്. ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു ബോൾ നിങ്ങൾ മുകളിലേക്ക് എറിഞ്ഞു, ആ ബോൾ മുകളിലേക്ക് പോയി തിരിച്ച് നിങ്ങളെ കയ്യിലേക്ക് വന്നു എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫൈനൽ പോയിന്റ് എന്താണ് മക്കളെ? സെയിം ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0 എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടിച്ചാടി വരണം. ദ ആംഗിൾ ഓഫ് 1 സെക്കൻഡ് ഓഫ് ആർക്ക് പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ബൈഹാർട്ടാക്കാൻ പറഞ്ഞ സാധനമാണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 1.75 × 10⁻² റേഡിയൻ ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2.91 × 10⁻⁴ റേഡിയൻ ആണ്. 1 സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 4.85 × 10⁻⁶ റേഡിയൻ ആണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.75 × 10⁻² 1 ഡിഗ്രിയാണ്. 2.9 × 10⁻⁴ 1 മിനിറ്റ് ആണ്, ഒരു ആർക്ക് മിനിറ്റ് ആണ്. അതേപോലെ 1 ആർക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 4.85 × 10⁻⁶ ആണ്. ഈ 3 റിസൾട്ടും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ചോദ്യത്തിനനുസരിച്ച് ഓരോ റിസൾട്ടും നോക്കി പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, the length and breadth of a metal sheet are length is given that 3.124 meter and breadth is given that 3.002 meter. 4 correct the area of the sheet up to 4 correct significant figure ആണ് ചോദിച്ചിരിക്കുന്നത്. 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4. ഇതിനും 4. സോ ഫൈനൽ ആൻസർ ഷുഡ് റിട്ടേൺ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിലും ഫൈനൽ ആൻസറിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരണം. രണ്ടിലും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയതുകൊണ്ട് ഫൈനൽ ആൻസറിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്നതായിരിക്കും ഇതിൻ്റെ ശരിയായ ഉത്തരം. സോ നിങ്ങൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം നോക്കിയാൽ മതി. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, 4 കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്നതാണ് ആൻസർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആർക്കാണ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്നത് കണ്ടുപിടിച്ചാൽ പോരെ.
5, ഇവിടെ 3, ഇവിടെ അതിനേക്കാളും വലുത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന ആൻസർ ഏതാ വരിക? ഓപ്ഷൻ 4 ആ വരിക. 25th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 4 ആണ് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. സോ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 26. എന്താ 26? 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. സോ വി ക്യാൻ റിട്ടൺ ആസ് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 is equal to n നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ആണ്. സോ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അതിന്റെ സ്ക്വയർ എടുക്കണം. സെക്കൻഡ് റേസ് ടു -2 is equal to n ഗ്രാം ഇൻറ്റു സെന്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2. സെക്കൻഡ് റേസ് ടു -2 കൺവേർഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ഗ്രാമും ക്യാൻസൽ ആവട്ടെ. സോ 10 ക്യൂബ് വരും. ഇവിടെ 100ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁴ സെന്റിമീറ്റർ സ്ക്വയർ is equal to n ഇൻറ്റു സെന്റിമീറ്റർ സ്ക്വയർ വരും. സെന്റിമീറ്റർ സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ n is equal to 10⁷ വരും. സോ ഓപ്ഷൻ 3 is the right answer. 26th question, option 3 is the right answer. Next, the resistive force acting on a ball radius r moving with a velocity v is given by k. F is equal to k into rv. The dimension formula for k ആണ്. k കണ്ടുപിടിക്കണം. സോ kയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ r ഇൻറ്റു v ആണ്. എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫോഴ്സ് ആണ്, ആർ എന്ന് പറഞ്ഞിരിക്കുന്ന റേഡിയസ് മീൻസ് ഡിസ്റ്റൻസ് ആണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. ഓൾ ഡാറ്റ ഈസ് ഗിവൺ. സോ കെ എന്ന് പറഞ്ഞാൽ എഫ് is equal to mlt raised to -2, റേഡിയസ് എൽ ആണ്, വെലോസിറ്റി lt raised to -1 ആണ്. സോ ഒരു എൽ ക്യാൻസൽ ചെയ്യാം. എം അതുപോലെ ഉണ്ടാവും. താഴെ എൽ മുകളിൽ പോകുമ്പോൾ l raised to -1 ആവും. t raised to -1 മുകളിൽ പോകുമ്പോൾ +1 ആവും. -2 ഇൻറ്റു +1 വരുന്ന സമയത്ത് -1 വരും. സോ ml raised to -1 t raised to -1 എന്നുള്ള ആൻസറിലേക്ക് എത്തും. സോ വി ഗെറ്റ് ഓപ്ഷൻ 4 is the right answer. അതുപോലുള്ള അടുത്ത ചോദ്യം, given that f is equal to pt raised to -2 എന്ന് പറഞ്ഞാൽ p/t is plus q into t. യൂണിറ്റ് ഓഫ് പി ആ ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് ഓഫ് പി സെയിം ആസ് ദാറ്റ് ഓഫ് യൂണിറ്റ് ഓഫ് പി. പിന്റെ യൂണിറ്റ് ഇതിൽ ആർക്കാണ് സെയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇവിടെ ഡയമെൻഷൻ ഓഫ് എഫ് is equal to ഡയമെൻഷൻ ഓഫ് p/t നമ്മൾ പഠിക്കും. സോ പിന്റെ ഡയമെൻഷൻ പറഞ്ഞാൽ എഫ് ഇൻറ്റു ടി ആണ്. നിങ്ങളെ മനസ്സിലേക്ക് വരണം, ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞ സാധനം ആർക്ക് ഈക്വൽ ആണ്? മൊമെന്റത്തിന് ഈക്വൽ ആണ്. സോ പിയുടെ ഡയമെൻഷൻ മൊമെന്റത്തിന് ഈക്വൽ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ്? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് is equal to ഡയമെൻഷൻ ഓഫ് p/t ആണ്. സോ ഈ ടി ഇങ്ങോട്ട് പോകുമ്പോൾ എഫ് ഇൻറ്റു ടി എന്ന് വരും. മക്കളെ നമ്മൾ പഠിക്കുന്നുണ്ട് എഫ് ഇൻറ്റു ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞ സാധനം എന്തിന് ഈക്വൽ ആണ്? മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞത് മൊമെന്റത്തിന് ഈക്വൽ ആണ്. നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിക്കുന്നുണ്ട്. സോ ഇമ്പൾസ് എന്ന് പറഞ്ഞ സാധനം മൊമെന്റത്തിന് ഈക്വൽ ആയതുകൊണ്ട് മൊമെന്റത്തിന്റെ യൂണിറ്റ് തന്നെയാണ് പിന്റെ യൂണിറ്റും എന്ന് വരിക എന്നുള്ള ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഓപ്ഷൻ 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കൂ. Mark the incorrect statement in the following. The sign of acceleration tells us as whether the particle speed is increasing or decreasing. Incorrect statement അല്ലേ ചോദിച്ചിരിക്കുന്നത്. The zero velocity of a particle does not necessarily imply zero acceleration at that instant. അത് ശരിയാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഒരാളുടെ വെലോസിറ്റി 0 എന്ന് വിചാരിച്ചാൽ അയാളുടെ ആക്സിലറേഷൻ 0 എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ബോൾ ഞാൻ മുകളിലേക്ക് എറിഞ്ഞു, ആ ബോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാ? 0 ആണ്. പക്ഷേ ആ ബോഡിന്റെ മുകളിൽ ആക്സിലറേഷൻ ഒരു ഗ്രാവിറ്റി ആക്ട് ചെയ്യുക, അങ്ങോട്ടേക്ക് g 9.8 m/s താഴത്തേക്ക് ആക്ട് ചെയ്യും. അതുകൊണ്ട് ഒരു ബോഡിയുടെ വെലോസിറ്റി 0 ആണെന്ന് വിചാരിച്ച് അതിന്റെ ആക്സിലറേഷൻ 0 എന്ന് പറയുന്നത് തെറ്റാണ്. അത് ശരിയാണല്ലേ. സീറോ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഡസ് നോട്ട് നെസസറിലി ഇംപ്ലൈ സീറോ ആക്സിലറേഷൻ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. Kinetic equation v is equal to u plus at, s is equal to t plus half a t square, v square is equal to u square plus 2as are true only for motion in which the magnitude and direction of acceleration are constant during the course of motion. അത് ശരിയാണ്. ഈ ഇക്വേഷൻസ് എപ്പോഴാണ് ഉപയോഗിക്കുക? ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് നമ്മൾ ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ രണ്ടും ശരിയാണ്. ഇനിയിപ്പം 1 ശരിയാണെങ്കിൽ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. ഇനി 1 തെറ്റാണെങ്കിൽ ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. അപ്പോൾ എന്താ വരിക? സൈൻ ഓഫ് എ ആക്സിലറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ചോയ്സ് ഓഫ് പോസിറ്റീവ് direction for the axis. അപ്പോൾ ആക്സിലറേഷൻ്റെ സൈന് നിങ്ങൾക്ക് തന്ന് എന്ന് വിചാരിച്ച് ആ സൈനാണ് സ്പീഡ് ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറയുന്നത് ഒരു മിസ്കോൺസെപ്റ്റ് പോലത്തെ ഒരു സാധനമാണ്. കാരണം ഒരു കാറ് മുന്നോട്ടേക്ക് സ്പീഡ് കൂടുന്നു, സ്പീഡ് ഇൻക്രീസിങ് ആണ്, ഇതാണ് നമ്മുടെ ആക്സിസ്.
എക്സ് ആക്സും വൈ ആക്സും വിചാരിക്കും. സ്പീഡ് ഇൻക്രീസിങ് ആണെങ്കിൽ നമ്മൾ പറയും ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്, റൈറ്റിലേക്ക് വന്നാൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. എന്നാൽ ഒരു കാർ, ഈ കാറ് ഞാൻ ബ്രേക്ക് ഇട്ടു, റിവേഴ്സ് ഇട്ടു, വണ്ടി ബാക്കോട്ടേക്ക് റിവേഴ്സ് ഇട്ടു. റിവേഴ്സ് ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വണ്ടിൻ്റെ സ്പീഡ് കൂടുക ചെയ്യുക. റിവേഴ്സ് ഇടുന്ന സമയത്ത് റിവേഴ്സ് ഇട്ടിട്ട് ഞാൻ നല്ല ഫാസ്റ്റിൽ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കോട്ടേക്ക് നല്ല സ്പീഡ് പോകും. വണ്ടി ബാക്കോട്ടേക്ക് നല്ല സ്പീഡ് പോകുമ്പോൾ ആക്സിലറേഷൻ ഇവിടെ എന്താ വരിക? നെഗറ്റീവാണ്. പക്ഷേ ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കുറയാണോ ചെയ്യുന്നതല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കുറേ പേർക്കുണ്ട്. ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറയാന്നുള്ള മീനിങ് കുറേ പേർക്കുണ്ട്. അത് ഈ ഒരു ചോദ്യത്തോടെ നിങ്ങൾ ക്ലിയർ ആവണം. കാരണം ഇവിടെ വണ്ടിയുടെ സ്പീഡ് കൂടുന്നു, ആക്സിലറേഷൻ പോസിറ്റീവാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്തായിരിക്കും അറിയോ? ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്കാണ് ആക്സിലറേഷൻ ഉണ്ടാവുക, വണ്ടി ഈ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വണ്ടിയുടെ സ്പീഡ് എന്ത് ചെയ്യും? കുറയുന്നു എന്നുള്ളൊരു മീനിങ് ഉണ്ട്. എന്നാൽ വണ്ടി റിവേഴ്സ് ഇട്ട് ബാക്കോട്ടേക്കാണ് പോകുന്നതെങ്കിലും, വണ്ടി റിവേഴ്സ് ഇട്ട് ബാക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ സൈൻ നിങ്ങൾ കൊടുക്കുക ഒറിജിനിൽ നിന്ന് ബാക്കോട്ടേക്ക് ആയതുകൊണ്ട് നെഗറ്റീവാണ് കൊടുക്കുക. സോ ഒറിജിനിൽ ബാക്കോട്ടേക്ക് നിങ്ങൾ നെഗറ്റീവ് സൈൻ കൊടുത്തെന്ന് വിചാരിച്ച് വണ്ടിയുടെ സ്പീഡ് കുറയാണോ ചെയ്യുക? അല്ല. സോ സൈൻ ഓഫ് ആക്സിലറേഷൻ ടെൽസ് അസ് വെദർ ദ പാർട്ടിക്കിൾ സ്പീഡ് ഇസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇവിടെ നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കുറയാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ പോസിറ്റീവ് സൈൻ ആണ്, അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടാന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കുറയാന്ന് പറയാം. എന്നാൽ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇത് ആപ്റ്റ് ആണോ? അല്ല. അതുകൊണ്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 1 ആണ് വരിക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കയറിയോ? അപ്പോൾ സൈൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോയ്സ് ഓഫ് പോസിറ്റീവ് ഡയറക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ചോയ്സ് ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ബോൾ എടുത്ത് മുകളിലേക്ക് എറിയുന്നു, മുകളിലേക്ക് നിങ്ങൾ പോസിറ്റീവ്, താഴത്തേക്ക് നിങ്ങൾ നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഒരു ബോൾ മുകളിലെത്തി താഴത്തേക്ക് വരുമ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്, താഴത്തേക്കാണ് ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. പക്ഷേ ബോളിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടും. ആക്സിലറേഷൻ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു ഒരു ബോൾ മുകളിൽ താഴത്തേക്ക് ഇട്ടാൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ബോളിൻ്റെ സ്പീഡ് കൂടി വരിക ചെയ്യുക. പക്ഷേ അവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കയറട്ടെ. കയറിയോ? കയറി. A player throws a ball upward with an initial velocity 29.4 meter per second. The time taken by the ball to return to the player hand. അപ്പോൾ ഒരു ബോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിൽ എറിയുന്നു. ബോൾ ഇങ്ങനെ മുകളിൽ പോയി തിരിച്ച് നമ്മുടെ പ്ലെയറെ കയ്യിലെത്തുന്നു. മുകളിലേക്ക് പോകുന്ന സമയം നിങ്ങൾക്കറിയോ? യെസ്, ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഏറ്റവും ടോപ്പിലെ വെലോസിറ്റി 0 ആയിരിക്കും. സോ വി is equal to u minus gt ഫോർ അപ്വേർഡ് മോഷൻ. ഏറ്റവും ടോപ്പിലെ വെലോസിറ്റി 0 ആയതുകൊണ്ട് 0 is equal to u minus gt. സോ gt is equal to u or t is equal to u by g. അതായത് മുകളിലേക്ക് എടുക്കുന്ന സമയം u by g ആണ്, താഴേക്ക് എടുക്കുന്ന സമയം എന്തായിരിക്കും? u by g ആയിരിക്കും. മുകളിലേക്ക് എടുക്കുന്ന സമയം എത്രയാണോ അതേ സമയം തന്നെയാണ് താഴത്തേക്ക് എടുക്കുക. അപ്പോൾ ഒരു ബോൾ ഞാൻ മുകളിലേക്ക് എറിഞ്ഞു, ഈ ബോൾ ഇങ്ങനെ പോയി ഇവിടെ എത്താൻ 5 സെക്കൻഡ് എടുത്തു. അതേ 5 സെക്കൻഡ് വേണം ബോൾ തിരിച്ച് എൻ്റെ കയ്യിലേക്ക് എത്താനും. സോ മുകളിലേക്കുള്ള സമയം u by g ആണെങ്കിൽ താഴേക്കുള്ള സമയം എന്തായിരിക്കും? u by g ആയിരിക്കും. സോ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് അസെൻറ്റ്, മുകളിലേക്ക് പോകുന്ന സമയം പ്ലസ് ടൈം ഓഫ് ഡിസെൻറ്റ് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് u by g പ്ലസ് u by g നമ്മൾ ചെയ്താൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് വിൽ ബി 2u by g. സോ 2 ഇൻറ്റു യുവിൻ്റെ വാല്യൂ എത്രയാണ്? 29.4 ആണ്. ജിയുടെ വാല്യൂ ഞാൻ 9.8 എടുത്തു. കാരണം എനിക്കറിയാം 9.8ൻ്റെ ഡബിൾ 19.6 ആണ്, 9.8ൻ്റെ ട്രിപ്പിൾ ആണ് എത്ര? 29.4. സോ 2 ഇൻറ്റു 3 ദാറ്റ് വിൽ ഗിവ് 6 സെക്കൻഡ്. അതിൻ്റെ മീനിങ് എന്താ? ബോൾ താഴെ നിന്ന് ഏറ്റവും ടോപ്പിലെത്താൻ 3 സെക്കൻഡ് എടുത്തു, എന്നാൽ മുകളിൽ നിന്ന് താഴത്തേക്ക് 3 സെക്കൻഡ് എടുത്തു. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് 6 സെക്കൻഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങളെ മനസ്സിലേക്ക് കയറണം. കയറിയോ? Yes, we can move to our next question. So next question നോക്കടാ. The speed time graph of a particle moving along a fixed direction is shown. The distance traversed by the particle in 10 seconds. അപ്പോൾ ഇതെന്താണ്? സ്പീഡ് ടൈം ഗ്രാഫ് ആണ്. അപ്പോൾ സ്പീഡ് ടൈം ഗ്രാഫിൻ്റെ അണ്ടറുണ്ടാവുന്ന ഏരിയ ചെയ്താൽ നമുക്ക് എന്താ ഇവിടെ ഡിസ്റ്റൻസ് കിട്ടും? 10 സെക്കൻഡ് അല്ലേ? സോ ഈ ഒരു ട്രയാങ്കിളിന് അണ്ടറുണ്ടാവുന്ന മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. ബി എത്രയാ? ഹൈറ്റ് 12 ആണ്, ബ്രെഡ്ത്ത് 10 ആണ്. സോ ദാറ്റ് വിൽ ഗിവ് 12 into 10, that will give 6 into 10, 60 meter എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഓപ്ഷൻ 4 is the right answer. A body having uniform acceleration of 10 meter per second square has a velocity 100 meter per second. In what time the velocity will be doubled? ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയുടെ ആക്സിലറേഷൻ 10 ആണ്, ആ ബോഡിക്ക് ഇപ്പോൾ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇൻ വാട്ട് ടൈം ദ വെലോസിറ്റി വിൽ ബി ഡബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി പറയുന്നത് 100 ആണ്, എന്നാൽ ഫൈനൽ വെലോസിറ്റി അതിൻ്റെ ഡബിൾ ആവണം. ഫൈനൽ വെലോസിറ്റി 200 ആവണം. ആക്സിലറേഷൻ 10 ആണെങ്കിൽ എത്ര സമയം എടുക്കുന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ആലോചിക്കുക, u is 100, v is given that 200, ഡബിൾ എന്ന് പറയുന്നുണ്ട്. സോ v is equal to u plus at അല്ലേ? v 200 ആണ്, u 100 ആണ്, a 10 ആണ്, 10 into t എന്ന് വരും.
സോ 10 ഇൻറ്റു ടി ഈസ് ഈക്വൽ 200 മൈനസ് 100 ദാറ്റ് വിൽ ഗീവ് 100. ഈ 2 0 ക്യാൻസൽ ചെയ്താൽ ടൈം ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്സ് വരും. 10 സെക്കൻഡ് ഓരോ സെക്കൻഡും 10 വെച്ച് കൂടുകയാണെങ്കിൽ 100-ൽ നിന്ന് ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ 10 വെച്ച് കൂടുകയാണെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് എന്താവും 200-ലേക്ക് എത്തും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. നെക്സ്റ്റ്, if a body loses half of its velocity penetrating 3 cm in a wooden block, then how much will it penetrate more before coming to rest? സോ 3 സെന്റിമീറ്റർ പെനട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് പകുതിയായി. അങ്ങനെയാണെങ്കിൽ എത്ര സെന്റിമീറ്റർ പെനട്രേറ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ് റെസ്റ്റ് ആവുന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് വിൽ ഇറ്റ് പെനട്രേറ്റ് മോർ ബിഫോർ കമ്മിങ് ടു, എത്രത്തോളം ഇനി എക്സ്ട്രാ പെനട്രേറ്റ് ചെയ്യണം അത് റെസ്റ്റിലാവാന്നല്ല ചോദിച്ചിരിക്കുന്നത്. സോ വി നോ ദാറ്റ് ഇതൊരു വുഡൻ ബ്ലോക്കാന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്റർ കയറിയപ്പോൾ ഈ ഒരു ബോർഡ് ഇനീഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എത്ര u/2 ആയി. കാരണം യു ആയിരുന്നു അതിൻ്റെ കയറുന്ന സമയത്ത് ഉണ്ടാവുന്ന വെലോസിറ്റി. 3 സെന്റിമീറ്റർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി u/2 ആയിട്ട് മാറി. ചോദിച്ചിരിക്കുന്നത് എന്താ, ഈ യു എത്ര ദൂരം ട്രാവൽ ചെയ്താൽ അത് സ്റ്റോപ്പ് ആവുന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആവും എത്ര ദൂരം ട്രാവൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, v² is equal to u² plus 2as എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, u² മൈനസ് 2as ആക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഞാൻ u² മൈനസ് 2as ആക്കാൻ കാരണം, കയറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു, കുറയുക ചെയ്യുന്നത്, റിട്ടാർഡേഷൻ ആണ്. ഫൈനൽ വെലോസിറ്റി 0 ആണെങ്കിൽ 0 is equal to u² മൈനസ് 2as or 2as is equal to u² എന്ന് വരും. സോ s is equal to u² divided by 2a വരും. സോ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ എൻ്റെ വാല്യൂ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 3 സെന്റിമീറ്റർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വെലോസിറ്റിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ സെയിം ഇക്വേഷൻ v² is equal to u² മൈനസ് 2as v എത്രയാ, 3 സെന്റിമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് u/2 ആണ്. സോ ഇവിടെ നമുക്ക് വിക്ക് u/2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. യു തന്നെ മൈനസ് 2a ഇൻറ്റു എസ് എത്രയാ, 3 സെന്റിമീറ്റർ. സോ അടുത്ത സ്റ്റെപ്പിൽ 2a ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു u² മൈനസ് u²/2, 2ൻ്റെ സ്ക്വയർ 4 വരും. ദാറ്റ് വിൽ ഗീവ് 3u²/4 വരും. 2a ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 3u²/4 ആണെങ്കിൽ ഈ 3യും ഈ 3യും ക്യാൻസൽ ചെയ്യാം. 2a ഈസ് ഈക്വൽ ടു u² ഡിവൈഡ് ബൈ 4 വരും. സോ നമുക്ക് 2aൻ്റെ വാല്യൂ എത്ര കിട്ടി, u²/4 കിട്ടി. സോ ഫസ്റ്റ് തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. എന്താണത്, 3 സെന്റിമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ u എന്തായി മാറി, u/2 ആയിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2aയുടെ വാല്യൂ u²/4 കിട്ടി. അപ്പോൾ നമുക്കിവിടെ u² ഡിവൈഡ് ബൈ 2aൻ്റെ വാല്യൂ u²/4 ആണ്. u² ക്യാൻസൽ ചെയ്താൽ s is equal to 4 വരും. സോ ടോട്ടൽ ഇത് ട്രാവൽ ചെയ്ത് 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ ഇത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത് സ്റ്റോപ്പ് ആവും. 4 സെന്റിമീറ്റർ അത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത് സ്റ്റോപ്പ് ആവും. എന്നാൽ ചോദിച്ചിരിക്കുന്നത് എന്താ, 3 സെന്റിമീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ u/2 ആയി, 4 സെന്റിമീറ്റർ ട്രാവൽ ചെയ്താൽ അത് സ്റ്റോപ്പ് ആവും. ചോദിച്ചിരിക്കുന്നത് 3-ൽ നിന്ന് 4 ആവുമ്പോൾ എത്ര അഡീഷണലി ട്രാവൽ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 3 സെന്റിമീറ്റർ കഴിഞ്ഞു ഇവിടെ എത്തി, ഇനി എത്ര ദൂരം ട്രാവൽ ചെയ്താലാണ് ഇത് സ്റ്റോപ്പ് ആവാതെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 4 സെന്റിമീറ്റർ മൊത്തം ട്രാവൽ ചെയ്ത് സ്റ്റോപ്പ് ആവും. ഓൾറെഡി 3 സെന്റിമീറ്റർ ട്രാവൽ ചെയ്തു, ഇനി എത്ര സെന്റിമീറ്റർ ട്രാവൽ ചെയ്യാണ്ട്, 1 സെന്റിമീറ്ററും കൂടി അത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എന്തായി മാറും, റെസ്റ്റിലേക്ക് മാറും. സോ അത് ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും, ഓപ്ഷൻ 1 വരും. ചോദ്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആൻസർ നമുക്ക് പണി കിട്ടും. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിറൈവ്ഡ് യൂണിറ്റ്. അപ്പോൾ ഇതിൽ ഏതാണ് ഡിറൈവ്ഡ് യൂണിറ്റ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതാണെന്ന് നോക്കിയാൽ മതി. ജൂൾ ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്, വാട്ട് ഈസ് എ ഡിറൈവ്ഡ് ന്യൂട്ടൺ ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്, and the fundamental unit is kilogram. So ഇതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ട് വരിക. 34th question answer is option 3. The numbers 3.845 and 3.835 on rounding up to 3 significant figure. So ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നമ്പർ 3.845 മറ്റേ നമ്പർ 3.835 ആണ്. രണ്ടിനെയും നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 5നെ ഡ്രോപ്പ് ചെയ്യണം. 5നെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ച റൂൾ എന്താ, തൊട്ട് മുന്നത്തെ ഡിജിറ്റ് നോക്കുക, അത് ഓഡ് ആണോ അതോ ഈവൻ ആണോ നോക്കുക. ഇവിടെ എന്താണ്, ഫസ്റ്റ് കേസിൽ ഇറ്റ് ഈസ് ഈവൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യേണ്ട, ആ 5നെ എടുത്ത് കളഞ്ഞാൽ മതി. എന്നാൽ ഓഡ് ആണെങ്കിൽ തൊട്ട് മുന്നത്തെ നമ്പർ നോക്കുക. ഓഡ് എന്നുള്ള ഡിജിറ്റിനെ 5ന് തൊട്ട് മുന്നുള്ള നമ്പർ ഓഡ് ആണെങ്കിൽ ആ 3നെ ഒന്ന് കൂട്ടി എഴുതണം. അത് കൂട്ടി എഴുതുമ്പോൾ എത്ര വരിക, 3.84. സോ ബോത്ത് ആൻസേഴ്സ് 3.84 വരും. ആൻസർ വിൽ ബി ഓപ്ഷൻ 4 വരും. നെക്സ്റ്റ്, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ നമ്പേഴ്സ് 4.8000. ഈ 10⁴ സിഗ്നിഫിക്കൻ്റ് അല്ല, പോയിന്റിന് ശേഷം വരുന്ന 0 സിഗ്നിഫിക്കൻ്റ് ആണ്. 1 2 3 4 5. സോ ഫസ്റ്റ് നമ്പർ 5 ആണ്, 5 വരും. രണ്ടാമത്തത് 1 2 3 4 5 6 7 വരും.
സോ 5ഉം 7ഉം ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഈ 36 ക്വസ്റ്റ്യനൊക്കെ ഇരുന്ന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ചോദ്യമാണല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 37 നോക്കൂ. ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ യൂസിംഗ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ ഈസ് ബേസ്ഡ് ഓൺ. ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ഞാൻ ഓൾറെഡി നേരത്തെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് അല്ലേ. എന്താണത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. അപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഏതാ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക? ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുക. അതിന്റെ പേരെന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ വി ഡോണ്ട് നോ അല്ലേ. നമുക്കറിയില്ല എന്താ ഈ പറഞ്ഞ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. എന്നാൽ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഗിവൺ ദാറ്റ് 1.9 into 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം എന്താ? അതിനെ CGSൽ കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഡാഷ് ഇൻറ്റു ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്ത്? ഒരു ന്യൂട്ടൺ 10⁵ ഡൈൻ ആണെന്നും ഒരു മീറ്റർ സ്ക്വയർ 10⁴ സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ഡാറ്റ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു പ്രശ്നമില്ല, വളരെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് ചെയ്യാലോ. എന്ത് ചെയ്യാം? ഇവിടെ ഡാഷിൽ നമുക്ക് N2 എന്ന് കൊടുക്കാം. ഇത് N2 എന്ന് കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ റിട്ടൺ ആസ് 1.9 into 10⁻11 ഇൻറ്റു ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ വരും. ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁴ സെന്റിമീറ്റർ സ്ക്വയർ വരും. ദാറ്റ്സ് ഈക്വൽ ടു N2 ഇൻറ്റു ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ വരും. സോ ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയറും ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇത് 10⁴ 10⁵ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 മാത്രം വരും. സോ N2 is equal to 1.9 into 10⁻11ഉം 10ഉം ചേർന്നാൽ 10⁻12 ആയിട്ട് മാറും. സോ 1.9 into 10⁻12 എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഇതും വളരെ ഡയറക്റ്റ് കൺവേർഷൻ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് അറിയാത്ത പരിമിതമല്ലാത്ത ടൈമുകളൊന്നും വരില്ല, ഒക്കെ ഡയറക്റ്റേ വരുള്ളൂ. അതൊക്കെ റിലേഷൻസ് നിങ്ങൾ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 4 meter per second square. ഇപ്പോൾ ഒരു ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഗിവൺ, ആക്സിലറേഷൻ ഈസ് ഗിവൺ. 3 സെക്കൻഡിന് ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റി ചോദിച്ചിരിക്കുന്നത്. വി നോ ദാറ്റ് v is equal to u plus at. ദ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി is equal at ആണ്. A എത്രയാ? 4 ആണ്. ടൈം എത്രയാ? 3 ആണ്. 4 into 3 എത്രയാ? 12 meter per second. അതായത് ഒരു ബോഡി 0 എന്ന് സ്റ്റാർട്ട് ചെയ്താൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ ആ വണ്ടിയുടെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 12 meter per second ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 40. ഫ്രീ ഫോൾ ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻ വാക്വം ഇസ് എ കേസ് ഓഫ് മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോൾ ആവുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൻ്റെ സ്പീഡ് 9.8 വെച്ച് കൂടുക ചെയ്യാം. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൻ്റെ സ്പീഡ് 9.8 വെച്ച് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടി വരുന്നു. എത്ര വെച്ചിട്ട്? 9.8 വെച്ചിട്ട്. സോ അവിടുത്തെ യൂണിഫോം ആക്സിലറേഷൻ ഒരു എക്സാമ്പിളാണ് ഫ്രീ ഫോൾ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. നെക്സ്റ്റ് 41th question. The distance traveled by a particle starting from rest and moving with an acceleration 4/3 meter per second in the third second. nth second അല്ലേ? തേർഡ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ nth second. nth second ഇക്വേഷൻ എന്താ? u plus a/2 into 2n minus 1. ഇത്രാമത്തെ സെക്കൻഡിൽ മാത്രം ട്രാവൽ ചെയ്ത് ദൂരം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ് അല്ലേ. അപ്പോൾ s is equal to ut plus half a t square. ടോട്ടൽ 3 സെക്കൻഡിൽ കവർ ചെയ്യുന്ന ദൂരമാണെങ്കിൽ nth ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ എന്താ? മൂന്നാമത്തെ സെക്കൻഡിൽ മാത്രം, 2നും 3നും ഇടയിൽ ആ സമയത്തിനിടയിൽ മാത്രം കവർ ചെയ്ത ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. റസ്റ്റ് എന്നൊരു ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ബോഡി റസ്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? കൂടെ 0 ആയിരിക്കും. ആക്സിലറേഷൻ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 4/3 ആണെങ്കിൽ മൂന്നാമത്തെ സെക്കൻഡ് ആണ്. ദാറ്റ് മീൻസ് n is equal to 3. എന്നിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് മൂന്നാമത്തെ സെക്കൻഡിൽ മാത്രം കവർ ചെയ്ത ദൂരം എന്ന് പറഞ്ഞാൽ s3 is equal to uൻ്റെ വാല്യൂ 0 ആണ്. a/2 എത്രയാ? 4/3. 4/3 into 2 into 2 into 3 minus 1. സോ ഇവിടെ ഇത് കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. അപ്പോൾ 2/3 വരും. 6 minus 1 വരും. 6 minus 1 5 വരും. 5 into 2 10 divided by 3. So answer will be 10/3 meter. 41th question option 1 is right answer. മൂന്നാമത്തെ സെക്കൻഡിൽ മാത്രം കവർ ചെയ്ത് ദൂരം. നെക്സ്റ്റ് 42nd. A player throws a ball vertically upward with a velocity u at the highest point. ഹയസ്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? വെലോസിറ്റി 0 ആയിരിക്കും, എന്നാൽ ആക്സിലറേഷൻ -g ആയിരിക്കും. ബോത്ത് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ബോൾ 0. തെറ്റാണ്. വെലോസിറ്റി ഓഫ് ദ ബോൾ u ബട്ട് ആക്സിലറേഷൻ 0 ആണ്. വെലോസിറ്റി ഓഫ് ദ ബോൾ 0 ബട്ട് ഇറ്റ്സ് ആക്സിലറേഷൻ g ആണ്. ശരിയല്ലേ? ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആയിരിക്കും, പക്ഷേ ആക്സിലറേഷൻ g ആയിരിക്കും. -g റെപ്രസെന്റ് ചെയ്തത് താഴത്തേക്ക് എന്നുള്ള മീനിങ്ങിന് വേണ്ടി മാത്രമാണ്. A ball is thrown vertically upwards with a velocity 20 meter per second from the top of a multi-story building of 25 meter high.
ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് ഫ്രം ദ ബിൽഡിംഗ്? ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മളൊരു ബോൾ മുകളിലേക്ക് എറിഞ്ഞു. ബോൾ മുകളിലേക്ക് എറിഞ്ഞ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 25 മീറ്റർ ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബിൽഡിംഗ് ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് ഫ്രം ബിൽഡിങ്ങിന് എത്ര ഹൈറ്റ് ബോൾ മുകളിലേക്ക് പോകുന്ന ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് ഈ ബോൾ പോകുന്ന മാക്സിമം ഹൈറ്റ് അടിക്കണം. ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്? ഈ ദൂരമല്ലേ ചോദിച്ചിരിക്കുന്നത്? ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് വെരി ഡയറക്റ്റ് വൺ. ഏറ്റവും ടോപ്പിൽ ഉണ്ടാകുന്ന വെലോസിറ്റി 0 അല്ലേ? സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh. വി 0 ആണെങ്കിൽ 2gh ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഓർ h ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ 2g എന്ന് എഴുതാം. യു എത്രയാണ്? 20 ആണ്. 20 × 20 20 സ്ക്വയർ 400 അല്ലെങ്കിൽ 20 × 20 2 × gയുടെ വാല്യൂ 10 അല്ലേ? 20 ക്യാൻസൽ ചെയ്താൽ h വിൽ ബി 20 മീറ്റർ. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നമ്മളൊരു 20 മീറ്റർ പെർ സെക്കൻഡ് ഒരു ബോൾ മുകളിലേക്ക് എറിഞ്ഞാൽ അത് എത്താൻ വേണ്ടി പോകുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 20 മീറ്റർ ആണ്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് 20 മീറ്റർ ഹൈറ്റ് അത് മുകളിലേക്ക് പോകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ചോദിക്കാൻ എന്താ അറിയോ? ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റ് മുകളിലേക്ക് ബോൾ പോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 20 മീറ്ററും ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റും കൂടി കൂട്ടി നമ്മൾ ആൻസർ പറയണമായിരുന്നു. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വളരെ ഡയറക്റ്റാണ്. ബിൽഡിങ്ങിന്റെ മുകളിൽ എത്ര ഹൈറ്റ് മുകളിലേക്ക് ബോൾ പോയി. സോ h is equal to 20 meter. Stopping distance of a moving vehicle is directly proportional to. We know the equation of stopping distance s is equal to u square by 2a ആണ്. s is directly proportional to u square and inversely proportional to a. Square of initial velocity ശരിയാണ്. ഓപ്ഷൻ 1 is right answer. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വായിച്ചപ്പോൾ നമുക്ക് ആൻസർ ആയി. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ബാക്കി ഓപ്ഷൻസ്. Last and final question. A cyclist moving on a circular track of radius 40 meter completes half revolutions in 40 seconds. അതായത് ഒരു സൈക്ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയസ് 40 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ട്രാക്കിൽ ഒരു സൈക്ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. അയാൾ ഹാഫ് റവല്യൂഷൻ എന്ത് ചെയ്തു? ഇയാൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തി. ചോദിച്ചിരിക്കുന്ന ആവറേജ് വെലോസിറ്റിയാണ്. ആവറേജ് വെലോസിറ്റി പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഹാഫ് റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈമാണ് നോക്കുക. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമല്ലേ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 40, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 40 ആണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 80 മീറ്റർ വരിക അല്ലേ? 80 മീറ്റർ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 80 വരും. ഡിവൈഡ് ബൈ ടൈം എത്ര സമയം കൊണ്ടാണ് അയാൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്? 40 സെക്കൻഡ് കൊണ്ടാണ്. സോ 80 ഡിവൈഡ് ബൈ 40 ദാറ്റ് വിൽ ഗിവ് 2. ആവറേജ് വെലോസിറ്റി വിൽ ബി 2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് അല്ല, സ്പീഡല്ല ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ആണെങ്കിൽ ഈ ഒരു ദൂരം നിങ്ങൾ എടുക്കേണ്ടി വരുമായിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫൈനൽ പോയിന്റ് നമ്മൾ ഉണ്ടാകുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലേ? ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇത് കിട്ടി കഴിഞ്ഞാൽ ഈ ദൂരം ഡിവൈഡ് ബൈ ടൈം ആണ്. ഈ ദൂരം കിട്ടാൻ റേഡിയസ് അറിയാം. റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ എന്ന് അറിയാലോ. ഡയമീറ്റർ ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ദീസ് ആർ ദ 45 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ അറ്റൻഡ് ചെയ്ത 45 ക്വസ്റ്റ്യൻസ്. ഇതിൽ എത്ര ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക. എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയാക്കാൻ വേണ്ടി പറ്റിയെന്ന് ചെക്ക് ചെയ്യുക. എത്രത്തോളം മിസ്റ്റേക്സ് നിങ്ങൾ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുക. മിസ്റ്റേക്ക് ബുക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് എത്രത്തോളം ചോദ്യം ചെയ്തു അതിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി വരാൻ വേണ്ടി പോകുന്ന GA ഇതിനെക്കാട്ടി നന്നായ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ഗായ്സ്. ബൈ.